നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th മാത്സിൻ്റെ 3rd ചാപ്റ്ററായ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് 3.1 ആണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടും ഏകദേശം ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ട് ഇക്വേഷൻസ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് തരും. അതിൽ നമ്മൾ റേഷ്യോ ചെക്ക് ചെയ്യണം. അതായത് A1/A2, B1/B2, C1/C2 ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാഫ് വരയ്ക്കാതെ തന്നെ ആ ലൈനുകൾ അല്ലെങ്കിൽ ആ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിൻ്റ് ആണോ, അല്ലെങ്കിൽ പാരലൽ ലൈൻസ് ആണോ, അല്ലെങ്കിൽ കോയിൻസിഡൻ്റ് ആണോ എന്നുള്ളത് നമുക്ക് പറയണം. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് രണ്ട് ഇക്വേഷൻസ് ഇൻ്റർസെക്റ്റോ അല്ലെങ്കിൽ പാരലൽ ലൈൻസോ അല്ലെങ്കിൽ കോയിൻസിഡൻറ്റ് നമ്മൾ എപ്പോഴാണ് പറയുക. നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് A1x + B1y + C1 = 0. രണ്ടാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ A2x + B2y + C2 = 0. അപ്പോൾ A1 A2 എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. B1 B2 എന്ന് പറയുന്നത് വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. C1 C2 കോൺസ്റ്റൻറ്റ് ടേം ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഇതിൽ A1/A2 അതുപോലെ B1/B2 C1/C2 ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ഓരോ റേഷ്യോസും നോക്കുക. അതിൽ A1/A2 നോട്ട് ഈസ് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ ആ ഇക്വേഷൻ എന്താണ്? ഇൻ്റർസെക്റ്റിംഗ് ഇക്വേഷൻസ് ആണ്, ഇൻ്റർസെക്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ അത് എത്ര പറഞ്ഞാൽ മതി. ഇനി A1/A2 ഈക്വൽ ടു B1/B2 ആൻഡ് ഇറ്റ്സ് ഓൾസോ ഇസ് ഈക്വൽ ടു C1/C2, അതായത് മൂന്ന് റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ ആ പെയർ ഓഫ് ഇക്വേഷൻസ് കോയിൻസിഡൻ്റ് ആണ്. ഇനി A1/A2 ഈക്വൽ ടു B1/B2 ആണ്, പക്ഷെ ദാറ്റ്സ് നോട്ട് ഈസ് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ ആ രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം ഇത് നമുക്ക് ഓർമ്മയുണ്ടാവണം. വളരെ ഈസിയാണ്. ഇത് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ തന്നിരിക്കുന്നത് 5x - 4y + 8 = 0, 7x + 6y - 9 = 0. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റുകൾ ഇത് ചെയ്യാം, അതുപോലെ വൈൻ്റെ ചെയ്യാം. അപ്പോൾ A1/A2 = 5/7 അല്ലേ, 5/7 എന്ന് കിട്ടി. അതുപോലെ ഓരോന്നും ചെക്ക് ചെയ്യുക. B1/B2 = ഇവിടെ എത്രയാണ്? -4. ഇവിടെയാണെങ്കിൽ അത് എത്രയാണ്? 6 ആണ്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ C1/C2 നമുക്ക് കണ്ടുവയ്ക്കാം. C1/C2 = ഇവിടെ കോൺസ്റ്റൻറ്റ് 8 ആണ്. ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് -9 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ പെയർ ശരിയാണോ നോക്കേണ്ടത്. A1/A2 നോട്ട് ഈസ് ഈക്വൽ ടു B1/B2 ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ പെയർ ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് മൂന്നാമത്തെ പെയറിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അത് ജസ്റ്റ് കണ്ടുവെച്ചു എന്ന് മാത്രം. അതവിടെ ഈക്വൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ A1/A2 നോട്ട് ഈസ് ഈക്വൽ ടു B1/B2 ആണ്. Therefore the lines intersect at a point. Therefore the lines intersect at a point അല്ലേ. A1/A2 നോട്ട് ഈസ് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ അത് ഇൻ്റർസെക്റ്റിംഗ് ആണ്. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 ക്വസ്റ്റ്യൻ ആണ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. 9x + 3y + 12 = 0. ഇത് ആദ്യത്തെ പെയർ ഓഫ് ആദ്യത്തെ ഇക്വേഷൻ ആണ്, ലീനിയർ ഇക്വേഷൻ. രണ്ടാമത് വരുന്നത് 18x + 6y + 24 = 0. അപ്പോൾ ആദ്യം നമുക്ക് A1/A2 ചെക്ക് ചെയ്യാം. A1 എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റുകൾ അല്ലേ, 9/18. 9/18 നമുക്ക് 9ൽ 9 1 ടൈംസ് പോകുന്നുണ്ട്, 18ൽ 9 2 ടൈംസ്. അപ്പോൾ നമുക്കിതിനെ 1/2 സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴായിരിക്കും ഈക്വലായിട്ട് വരിക. ഇനി B1/B2 = ഇവിടെ 3യും ഇവിടെ 6ഉം അല്ലേ, 3/6. 3ൽ 3 1 ടൈംസ്, 6ൽ 3 2 ടൈംസ്. അപ്പോഴും നമുക്ക് 1/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് C1/C2 കൂടി ചെക്ക് ചെയ്യാം. ഇവിടെ 12 ആണ് കോൺസ്റ്റൻറ്റ്, അവിടെ 24 ആണ്. 12ൽ 12 1 ടൈംസ്, 24ൽ 12 2 ടൈംസ്. അതും നമുക്ക് 1/2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് റേഷ്യോയും ഈക്വലായിട്ട് കിട്ടിയില്ലേ. A1/A2 = B1/B2 = C1/C2. Therefore നോക്കിയേ, മൂന്നും ഈക്വൽ ആണെങ്കിൽ ലൈൻസ് എന്താണ്? കോയിൻസിഡൻസ്. Therefore these are coincident lines. The lines are coincident lines. കണ്ടല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പെയർ ഓഫ് ഇക്വേഷൻസ് തന്നിരിക്കുന്നത് 6x - 9 + 10 = 0. അടുത്തത്
2x മൈനസ് 9y ഉണ്ട്, -9y 2x minus y plus 9 equal to 0. അപ്പോൾ നമുക്ക് a1/a2 ചെക്ക് ചെയ്യാം. അപ്പോൾ 6/2 എന്ന് കിട്ടി. 6/2 എന്ന് പറയുന്നത് എന്താണ്? 3 അല്ലെങ്കിൽ 3/1 എന്ന് പറയാം. അടുത്തത് b1/b2 is equal to -9 ഡിവൈഡഡ് ബൈ ഇവിടെ -1 ആണ്. മൈനസും മൈനസും പോസിറ്റീവ് ആവും. സോറി, ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 9 അല്ല 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ -3 ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് പ്ലസ് ആയി. അപ്പോൾ ഇത് നമുക്ക് 3 തന്നെ കിട്ടി. ഇനി c1/c2 is equal to 10/9 അല്ലേ. ഇവിടെ 10 ആണ് കോൺസ്റ്റൻറ്റ്, ഇവിടെ 9 ആണ്. അപ്പോൾ 10/9. അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ റേഷ്യോസ് ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ. a1/a2 ഈക്വൽ ടു b1/b2 ആണ്. പക്ഷേ അത് നോട്ട് ഈസ് ഈക്വൽ ടു c1/c2. Therefore, these are parallel lines. Therefore, they are parallel lines. അപ്പോൾ ഇത് പാരലൽ ലൈൻസ് ആണ് നമുക്ക് കിട്ടി കേട്ടോ. 3 ക്വസ്റ്റ്യനും 3 ലൈൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് റേഷ്യോ ചെക്ക് ചെയ്യുക, അത് ഏത് ലൈനാണെന്നുള്ളത് നോക്കുക. ഇൻ്റർസെക്റ്റിംഗ് ആണ്, അത് റേഷ്യോ നോക്കുക, എവിടെയാണ് ഈക്വൽ ആവണം എന്നനുസരിച്ചിട്ട് പറയുക. അപ്പോൾ അത് നമ്മൾ എന്തായാലും അത് കാണാതെ പഠിക്കേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നെ നമ്മൾ റേഷ്യോ ചെക്ക് ചെയ്യണം. റേഷ്യോ ചെക്ക് ചെയ്തിട്ട് അത് കൺസിസ്റ്റൻറ്റ് ഇക്വേഷൻ ആണോ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ a1/a2 നോട്ട് ഈസ് ഈക്വൽ ടു b1/b2 ആണെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ഇൻ്റർസെക്റ്റിംഗ് ആണെങ്കിൽ നമുക്കറിയാം അതിന് 1 സൊല്യൂഷൻ ഉണ്ടായിരിക്കും. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, കൺസിസ്റ്റൻ്റ് ആണ്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അതുപോലെ കോയിൻസിഡൻ്റ് ആണെങ്കിലും അതിന് ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻ ഉണ്ട്, അപ്പോഴും അതെന്താണ്? കൺസിസ്റ്റൻ്റ് ആണ്. അതുപോലെ പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് അതെന്തായിരിക്കും? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പാരലലിൽ മാത്രമാണ് ഇൻകൺസിസ്റ്റൻ്റ് വരുന്നത്, ബാക്കി രണ്ടിലും കൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ റേഷ്യോ ചെക്ക് ചെയ്യുക, ഏത് ലൈനാണെന്ന് തീരുമാനിക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന്. അപ്പോൾ നമുക്ക് അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3x + 2y is equal to 5, 2x - 3y is equal to 7. അപ്പോൾ ആദ്യം നമുക്ക് a1/a2 നോക്കാം. ഇവിടെ 3യും ഇവിടെ 2, അപ്പോൾ 3/2 വന്നു. b1/b2 is equal to ഇവിടെ 2 ആണ്, ഇവിടെ -3 ആണ്. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്താലും ഈക്വൽ ആവില്ല. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ തന്നെ നമുക്ക് കിട്ടി a1/a2 നോട്ട് ഈസ് ഈക്വൽ ടു b1/b2 എന്നുള്ളത് അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് പറയാം? The pair of linear equations are consistent. Therefore, ഈക്വൽ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ് അല്ലേ. ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അതുകൊണ്ട് അത് കൺസിസ്റ്റൻ്റ് ആണ്. Therefore, the pair of linear equations are consistent. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x - 3y is equal to 8. അടുത്തത് 4x - 6y is equal to 9. അപ്പോൾ ആദ്യം നമുക്ക് a1/a2 കണ്ടുപിടിക്കാം. a1/a2 ഇവിടെ 2ഉം അവിടെ 4 ആണ്. 2ൽ 2 1 ടൈംസ്, 4ൽ 2 2 ടൈംസ്. അപ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി b1/b2 is equal to ഇവിടെ -3യും ഇവിടെ -6ഉം. അപ്പോൾ മൈനസും മൈനസും പോസിറ്റീവായി. 3ൽ 3 1 ടൈംസ്, 6ൽ 3 2 ടൈംസ്. അപ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് c1/c2 കണ്ടുപിടിക്കാം. ഇവിടെ 8 ആണ്, ഇവിടെ 9 ആണ്. അപ്പോൾ 8/9. 8/9 എന്തായാലും 1/2 ആവാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് a1/a2 is equal to b1/b2 ആണ്. പക്ഷെ ദാറ്റ് നോട്ട് ഈസ് ഈക്വൽ ടു c1/c2. ആദ്യത്തെ രണ്ട് പേര് ഈക്വൽ ആയി, പക്ഷെ അത് മൂന്നാമത്തേതിനോട് ഈക്വൽ അല്ല. അതുകൊണ്ട് ഇതെന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ ലൈൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരലൽ ലൈൻസ് എന്ന് പറയാം. പാരലൽ ആണെങ്കിൽ അതിന് സൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇൻകൺസിസ്റ്റൻ്റ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ എന്ത് എഴുതണം? ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ ഇൻകൺസിസ്റ്റൻറ്റ്. ഇനി നമുക്കിതിലെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് സെറ്റ് പെയർ നമുക്ക് തന്നിരിക്കുന്നത് 3/2x + 5/3y is equal to 7. അതുപോലെ 9x - 10y is equal to 14.
അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, a1/a2 is equal to നോക്കാം. ഇവിടെ a1 എന്ന് പറയുന്നത് തന്നെ 3/2 ആണ്, ഡിവൈഡഡ് ബൈ ഇവിടെ 9 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 1/9. 3ൽ 3 1 ടൈംസ്, 9ൽ 3 3 ടൈംസ്. അപ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടി. 2 3s are 6. ഇനി b1/b2 is equal to ഇവിടെ 5/3യും ഇവിടെ -10 ആണ്. അതായത് 5/3 ഇൻറ്റു -1/10. 5ൽ 5 1 ടൈംസ്, 10ൽ 2 ടൈംസ്. അപ്പോൾ നമുക്ക് -1/6 കിട്ടി അല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും 1/6 കിട്ടുമ്പോൾ ഈക്വൽ ആണെന്ന്. അല്ല, ഇവിടെ പോസിറ്റീവ് 1/6ഉം ഇവിടെ -1/6 ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് a1/a2 നോട്ട് ഈസ് ഈക്വൽ ടു b1/b2. ഇത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പിന്നെ c1/c2 ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഈക്വൽ അല്ലെങ്കിൽ ഇത് ഇൻ്റർസെക്റ്റിംഗ് ആണ് അല്ലേ, ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. അതുകൊണ്ട് അതിനൊരു 1 സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ കൺസിസ്റ്റൻ്റ് എന്ന് എഴുതണം കേട്ടോ, കൺസിസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന പെയർ എന്ന് പറയുന്നത് 5x minus 3y is equal to 11 minus 10x plus 6y is equal to minus 22. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് a1/a2 നോക്കാം. ഇവിടെ 5ഉം ഇവിടെ -10 ആണ്. 5ൽ 5 1 ടൈംസ്, 10ൽ 5 2 ടൈംസ്. അപ്പോൾ -1/2 എന്ന് കിട്ടി. ഇനി b1/b2 is equal to ഇവിടെ -3യും ഇവിടെ 6ഉം ആണ്. 3ൽ 3 1 ടൈംസ്, 6ൽ 3 2 ടൈംസ്. അതും -1/2 എന്ന് കിട്ടി. അപ്പോൾ പിന്നെ നമുക്ക് c1/c2 ചെക്ക് ചെയ്യാം. ഇവിടെ 11ഉം ഇവിടെ -22 ആണ്. 11ൽ 11 1 ടൈംസ്, 22ൽ 11 2 ടൈംസ്. അതും നമുക്ക് -1/2 എന്ന് കിട്ടി. അതായത് നമുക്ക് 3 എന്താണ്, ഈക്വൽ ആണെന്ന് കിട്ടി. a1/a2 is equal to b1/b2 is equal to c1/c2. ഇങ്ങനെ 3ഉം ഈക്വൽ ആയിട്ട് വരുന്നത് എന്താണ്, നമ്മുടെ കോയിൻസിഡൻ്റ് ആണ് അല്ലേ. അവിടെയാണ് ഇതെല്ലാതും ഈക്വൽ ആയിട്ട് വരിക. ദെയർഫോർ ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ കൺസിസ്റ്റൻറ്റ്. കോയിൻസിഡൻറ്റ് ലൈൻസ് ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. നമുക്കിതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ചെക്ക് ചെയ്യാം. 4/3x plus 2y is equal to 8. 2x plus 3y is equal to 12. അപ്പോൾ a1/a2 is equal to 4/3/2. അതായത് 4/3 ഇൻറ്റു 1/2. 4ൽ 2 2 ടൈംസ്, 2ൽ 1 ടൈംസ്. അപ്പോൾ നമുക്ക് 2/3 എന്ന് കിട്ടി. ഇനി b1/b2 is equal to 2/3. അതെ, ഇവിടെ 2 ഇവിടെ 3, അതും 2/3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് c1/c2 ചെക്ക് ചെയ്യാം. അത് 8 ഡിവൈഡഡ് ബൈ 12. 8ൽ 4 2 ടൈംസ്, 12ൽ 4 3 ടൈംസ്. അതും 2/3 എന്ന് കിട്ടി. കണ്ടോ, എല്ലാം നമുക്ക് അവിടെ ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ. a1/a2 is equal to b1/b2 is equal to c1/c2. എല്ലാം ഈക്വൽ ആണെങ്കിൽ അതെന്താണ്, നമ്മുടെ കോയിൻസിഡൻറ്റ് ലൈൻസ് ആണ്. അപ്പോൾ അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്, കൺസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ കൺസിസ്റ്റൻ്റ് എന്ന് എഴുതി അവസാനിപ്പിക്കാം. അപ്പോൾ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ റേഷ്യോ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മുടെ കണ്ടീഷൻസ് നോക്കുക. ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് അത് ഏത് ലൈനാണെന്ന് ഡിസൈഡ് ചെയ്യുക. അതിനനുസരിച്ച് അത് കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ നമുക്ക് പറയാൻ പറ്റും. വളരെ ഈസിയാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്